Hello everyone, welcome back to Students Focus. ഇന്ന് നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഒരു പാർട്ടായ സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മളുടെ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് രണ്ട് ടൈപ്പ് ആകാം. ഒന്നുകിൽ സെയിൽ ആവാം അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ടു സെല്ലാവാം. നമ്മളുടെ ഗുഡ്സിലുള്ള പൊസിഷൻ, അതിൻ്റെ ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ നമ്മളതിനെ സെയിൽ എന്ന് വിളിക്കും. അതായത് ബയർ പൈസ കൊടുക്കുന്നു, സെല്ലർ ഗുഡ്സ് ബയർക്ക് സെല്ല് ചെയ്യുന്നു, ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ആവുന്നു. അങ്ങനെയുള്ള കേസിൽ നമ്മളതിനെ സെയിൽ എന്ന് വിളിക്കും. നേരെ മറിച്ച് അതിൻ്റെ ഓണർഷിപ്പ്, അതായത് പ്രോപ്പർട്ടി, ഗുഡ്സിലെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആവുന്നില്ല, ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് ട്രാൻസ്ഫർ ആവുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ട്രാൻസ്ഫർ ആവുന്നതെങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് നമ്മൾ എന്ത് വിളിക്കും? എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് വിളിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കി തരുന്നു. അപ്പോൾ ഞാൻ കേക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കേക്ക് തരുന്നു, നിങ്ങൾ എനിക്ക് ക്യാഷ് തന്നു. ഓക്കെ, അതെന്താണ്? അത് സെയിലാണ്. കാരണം നിങ്ങൾ ക്യാഷ് തന്നപ്പോൾ ആ കേക്ക് ഞാൻ നിങ്ങൾക്ക് തന്നു, അതിൻ്റെ ഓണർഷിപ്പ് ഇനി ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിലാണ്. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നിങ്ങൾക്ക് December 25th ഞാൻ കേക്ക് ഉണ്ടാക്കി തരാം. അപ്പോൾ അതെന്താണ്? ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഡേറ്റ് ആകുമ്പോഴല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫ്യൂച്ചർ ഡേറ്റിലാണ് സംഭവിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, നല്ല മാംഗോ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ December 24th നിങ്ങൾക്ക് മാംഗോ കേക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അതെന്താണ്? ഒരു കണ്ടീഷനെ ബേസ് ചെയ്താണ്. നല്ല മാംഗോ എനിക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പം അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സിനെ നമ്മൾ എന്ത് പറയും? അങ്ങനെയുള്ള കോൺട്രാക്ട് ഓഫ് സെയിലിൽ നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയും. ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ സെയിൽ എന്ന് പറയും. എഗ്രിമെൻറ്റ് ടു സെല്ല് എപ്പോഴാണ് സെയിലായിട്ട് കൺവേർട്ട് ആവുന്നത്? അത് ഒന്നുകിൽ ആ ഫ്യൂച്ചറിൽ പറഞ്ഞ ഡേറ്റ് ആകുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ December 25th നിങ്ങൾക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകിൽ December 25th ആകുമ്പോൾ അത് സെയിലാവും, ഞാൻ നിങ്ങൾക്ക് കേക്ക് തരും, നിങ്ങൾ എനിക്കതിൻ്റെ പേയ്മെൻറ്റ് തരും. അതല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻ കൃത്യമായിട്ട് ഫുൾഫിൽ ആവുമ്പോൾ, ഇപ്പം ഞാൻ മാംഗോ കിട്ടുവാണെങ്കിൽ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ മാംഗോ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഒന്നുകിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ആവുമ്പോഴോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഫ്യൂച്ചർ ഡേറ്റ് ഏതാണോ ആ ഡേറ്റിലോ ആണ് അത് ഒരു സെയിലായിട്ട് കൺവേർട്ട് ആവുന്നത്, എഗ്രിമെൻറ്റ് ടു സെൽ. അപ്പോൾ നമ്മൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പല ബേസിസ് ഓഫ് ഡിഫറൻസിൻ്റെ ബേസിസിൽ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിയർ ആവും. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ സെയിലിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത് അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നത്? എപ്പോഴാണ്? ഇമ്മീഡിയറ്റ്ലി ആണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ക്യാഷ് തന്നു, ഞാൻ നിങ്ങൾക്ക് മൊബൈൽ തന്നു. പിന്നെ ആ മൊബൈലിൻ്റെ ഓണർ ആരാണ്? നിങ്ങളാണ്. സോ അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ആവുകയാണ്. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് അതിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതനുസരിച്ച്, നമ്മളുടെ കേക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ. പിന്നെ നേച്ചർ ഓഫ് കോൺട്രാക്ട്. നേച്ചർ ഓഫ് കോൺട്രാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു, കൺസിഡറേഷൻ മേടിച്ചു, അത് എക്സിക്യൂട്ടഡ് ആണ് ഓൾറെഡി. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ അത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണ്. കാരണം എന്താണ്? അതൊരു ഫ്യൂച്ചർ ഡേറ്റ് ആണ് ട്രാൻസാക്ഷൻ വച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് December 25th കേക്ക് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല, ഉണ്ടോ? അതിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ? ഇല്ല. അതൊരു ഫ്യൂച്ചർ ഡേറ്റിൽ എക്സിക്യൂട്ട് ആവാനിരിക്കുന്ന കോൺട്രാക്റ്റ് ആണ്. സോ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണ്. നേരെ മറിച്ച് സെയിൽ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്. ദെൻ റെമഡീസ് ഫോർ ബ്രീച്ച്. റെമഡീസ് ഫോർ ബ്രീച്ചിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, സെല്ലർ ക്യാൻ സ്യൂ ദ ബയർ ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ബിക്കോസ് ഓഫ് ദ പാസിംഗ് ഓഫ് ദ പ്രോപ്പർട്ടി ദെയറിൻ ടു ദ ബയർ. അതായത് സെല്ലർ ബയർക്ക് സാധനം കൊടുത്തു, എന്താണോ ആ ഗുഡ്സ് ഡെലിവർ ചെയ്തു, ബയർ പേ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ സെല്ലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പ്രൈസിന് വേണ്ടി സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് മൊബൈൽ തന്നു, നിങ്ങൾ എനിക്ക് 10,000 rupees തരാം എന്നൊക്കെ എഗ്രി ചെയ്തു, പക്ഷേ മൊബൈൽ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് ആ പേയ്മെൻറ്റ് തരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലർക്ക് അതിൻ്റെ പ്രൈസിന് വേണ്ടി സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബയർ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ബയർ പേയ്മെൻറ്റ് കൊടുത്തു, പക്ഷേ സെല്ലർ ഐറ്റം ഡെലിവർ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ, അതായത് നിങ്ങൾ പൈസ തന്നു, ഞാൻ നിങ്ങൾക്ക് മൊബൈൽ തന്നില്ല, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ എന്താ? ബയർ മേ സ്യൂ ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ ഫോർ ഡാമേജസ്. ഒന്നുകിൽ
ആ ഗുഡ്സ് എനിക്ക് തരണം, മൊബൈൽ തരാമെന്നാണ് എഗ്രി ചെയ്തത്. സോ അതുകൊണ്ട് മാഡം ആ മൊബൈൽ തരണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡാമേജസിന് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സ്യൂ ഫോർ ഡാമേജസ് ഓൺലി ആൻഡ് നോട്ട് ഫോർ ദ പ്രൈസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ പ്രൈസ് വേണം എന്ന് പറഞ്ഞിട്ട് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഡാമേജസിന് മാത്രമേ സ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഒരു ഓറഞ്ചിൻ്റെ തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടുന്ന് അടുത്ത മാസം 100 കിലോ ഓറഞ്ച് മേടിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെല്ലായി. നിങ്ങൾ ആ ഓറഞ്ച് മേടിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഡേറ്റിൽ ഓറഞ്ച് സെല്ല് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ്, നമ്മൾക്ക് ഡാമേജസിന് സ്യൂ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം അതിൻ്റെ പ്രൈസ് വല്ലതും പേ ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ഒന്നും നമ്മൾ പേ ചെയ്തിട്ടില്ല. കാരണം ആ ഡേറ്റ് ആകുമ്പോഴേ, ഏത് ഡേറ്റ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ ഡേറ്റിൽ നമ്മൾ പ്രൈസ് പേ ചെയ്യുള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് ഡാമേജസിന് മാത്രം സ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രൈസ് വേണം എന്ന് പറഞ്ഞിട്ട് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ലയബിലിറ്റി ഓഫ് പാർട്ടീസിന് ലയബിലിറ്റി എങ്ങനെയാണ്, അത് ഏത് ആസ്പെക്റ്റിലാണ് വരുന്നതെന്ന്. എ സബ്സീക്വൻറ്റ് ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് ദ ലയബിലിറ്റി ഓഫ് ദ ബയർ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് നിങ്ങളുടെ കൈ തട്ടി ആ മൊബൈൽ റോഡിൽ വീണു, അതിൻ്റെ സ്ക്രീൻ മുഴുവൻ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. ആർക്കും അതിൻ്റെ ഉത്തരവാദിത്വം? നിങ്ങൾക്കല്ലേ. കാരണം നിങ്ങൾ എനിക്ക് ക്യാഷ് തന്നപ്പോൾ തന്നെ ഞാൻ ഗുഡ്സ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്തു, അതിൻ്റെ ഓണർ ഇപ്പോൾ ആരാണ്? നിങ്ങളാണ്. അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി, നിങ്ങളാണ് അതിൻ്റെ ഓണർ. സോ അതിൻ്റെ സബ്സീക്വൻറ്റ് ലോസ് വരുന്നതോ അല്ലെങ്കിൽ ആ ഗുഡ്സ് നശിച്ചു പോവുകയോ ചെയ്താൽ ബയറുടെ ലയബിലിറ്റിയാണ്. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ സച്ച് ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഇസ് ദ ലയബിലിറ്റി ഓഫ് ദ സെല്ലർ. കാരണം ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് സെല്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സെല്ല് ചെയ്തിട്ടില്ല, ഓണർഷിപ്പ് ബയർക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗുഡ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലോ ആ ഗുഡ്സ് നശിച്ചു പോയാലോ ഒക്കെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി വരുന്നത് സെല്ലർക്കാണ്. ദെൻ ബേർഡൻ ഓഫ് റിസ്ക് ആരുടെ കയ്യിലാണ്, എങ്ങനെയാണെന്ന്. റിസ്ക് ഓഫ് ലോസ് ഈസ് ദാറ്റ് ഓഫ് ബയർ സിൻസ് റിസ്ക് ഫോളോസ് ഓണർഷിപ്പ്. റിസ്ക് ഓണർഷിപ്പിനെ ബേസ് ചെയ്തില്ലേ. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി, എൻ്റെ ഷോപ്പിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നേരെ ആ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ റിസ്ക് ആർക്കാണ്? നിങ്ങൾക്ക് തന്നെയാണ്. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിലാണെങ്കിൽ റിസ്ക് ഓഫ് ലോസ് ഈസ് ദാറ്റ് ഓഫ് സെല്ലർ. ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസം 10-ാം തീയതി മൊബൈൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു, എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ എൻ്റെ കടയിൽ നിന്ന് ആ മൊബൈൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ ആ മൊബൈൽ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എനിക്കാണ്. കാരണം ഞാനാണ് സെല്ലർ, നിങ്ങൾക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. നമ്മളുടെ എഗ്രിമെൻ്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നേച്ചർ ഓഫ് റൈറ്റ്സ്, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന നേച്ചർ ഓഫ് റൈറ്റ്സ് ആണ്. ഇത് പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സിമ്പിൾ പോയിന്റ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേച്ചർ ഓഫ് റൈറ്റ്സിൻ്റെ ബേസിൽ നമ്മളുടെ സെയിലിൻ്റെ കേസിലാണെങ്കിൽ ക്രിയേറ്റ്സ് ജസ് ഇൻ റം. അതായത് അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ് എന്ന് പറഞ്ഞ മീനിങ്ങിൻ്റെ വേർഡ് റൈറ്റ്. ജസ് ഇൻ റം എന്ന് പറഞ്ഞാൽ റൈറ്റ് അവൈലബിൾ എഗെയിൻസ്റ്റ് ദ എൻറ്റയർ വേൾഡ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ദ ഓൾഡ് വേൾഡ്. അതാണ് ജസ് ഇൻ റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് സ്വന്തമായിട്ട് ഒരു ലാൻഡും ആ ലാൻഡിൽ ഒരു വീടും ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ മേടിച്ചു, ഒരു വീട് ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ എൻ്റെ പൊസിഷനാണ്, എൻ്റെ ഓണർഷിപ്പാണ്, എൻ്റെ ഓണർഷിപ്പിൽ എൻ്റെ പൊസിഷനിലുള്ള വീടാണ്. സോ അതെനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ആ വീട്ടിലിരുന്ന് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം, അല്ലെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാം. അതിന് ഓൾ വേൾഡിൽ ആർക്കെങ്കിലും അതിനെതിരെ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അങ്ങനെയല്ലെന്ന് ആർക്കെങ്കിലും എഗ്രി ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? അതിൻ്റെ ഓണർഷിപ്പ് ആൻഡ് പൊസിഷൻ എൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് പ്രോപ്പർട്ടി ആണെങ്കിലും വീടാണെങ്കിലും അല്ലെങ്കിൽ ഫാം ഹൗസ് ആണെങ്കിലും അതെല്ലാം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ പൊസിഷനിലും ഓണർഷിപ്പിലും ഉള്ള ഒരു ഐറ്റമാണ്. സോ അതിന് നമ്മൾ ക്രിയേറ്റ്സ് അതിന് നമ്മൾ ജസ്റ്റ് ഇൻ റം എന്ന് പറയും. അതായത് റൈറ്റ് അവൈലബിൾ എഗെയിൻസ്റ്റ് ദ എൻറ്റയർ വേൾഡ്. ഇനി നമ്മളുടെ എഗ്രിമെൻറ്റ് ടു സെല്ലിലാണെങ്കിൽ ക്രിയേറ്റ്സ് ജസ്റ്റ് ഇൻ പേഴ്സോണം. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് എന്നാണ്. ജസ്റ്റ് ഇൻ പേഴ്സോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് അറ്റാച്ച് ടു എ സ്പെസിഫിക് പേഴ്സൺ ഓൺലി. അതായത് ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ കോൺട്രാക്റ്റ് വയ്ക്കുന്നു, എഗ്രിമെൻറ്റ് ടു സെല്ല് വയ്ക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, അടുത്ത മാസം 10-ാം തീയതി എൻ്റെ കയ്യിൽ ഒരു 25 lakhs കാറുണ്ട്, ഞാൻ ആ 25 lakhs കാറ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ എഗ്രിമെൻറ്റ് വെച്ചു. നിങ്ങൾ എനിക്ക് ക്യാഷ് തന്നു, ഞാൻ നിങ്ങൾക്ക് കാറ് തന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെതിരെയാണ് സ്യൂ ചെയ്യാൻ പറ്റുന്നത്? എനിക്കെതിരെ മാത്രമാണ്, അല്ലേ? ഇത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു എക്സിനെതിരെയോ വൈക്കെതിരെയോ എക്കെതിരെയോ ബിക്കെതിരെയൊക്കെ സ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല.
സോ അതാണ് റൈറ്റ് അറ്റാച്ച് ടു എ സ്പെസിഫിക് പേഴ്സൺ ഓൺലി. ഇനി നിങ്ങൾ ക്യാഷ് തന്നു, ഞാൻ കാറ് തന്നില്ല, അപ്പോഴും ഈ കേസാണ്. ഇനി ഞാൻ കാറ് തന്നു, നിങ്ങൾ എനിക്ക് അതിൻ്റെ ക്യാഷ് പേ ചെയ്തില്ല, ആ കേസിലും എന്താണ്, എനിക്ക് നിങ്ങൾക്കെതിരെ മാത്രമേ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ റൈറ്റ് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളും ഞാനുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. സോ എനിക്ക് നിങ്ങൾക്കെതിരെ മാത്രമേ സ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ മറ്റൊരാൾക്കെതിരെ എക്കോ ബിക്കോ സിക്കോ എതിരെ ഒന്നും എനിക്ക് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ക്രിയേറ്റ്സ് ജസ്റ്റ് ഇൻ പേഴ്സോണ. അപ്പോൾ ജസ്റ്റ് ഇൻ ഫ്രം എന്ന് പറഞ്ഞാൽ റൈറ്റ് അവൈലബിൾ അഗെയിൻസ്റ്റ് ദ എൻറ്റയർ വേൾഡ് ആണ്. കാരണം സെയിൽ കഴിഞ്ഞു, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി, എൻ്റെ ഓണർഷിപ്പിലുള്ള സാധനം എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്കത് അവിടെ റിലാക്സ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ അത് റൈറ്റ് അവൈലബിൾ അഗെയിൻസ്റ്റ് ദ എൻറ്റയർ വേൾഡ് ആണ് ജസ്റ്റ് ഇൻ ഫ്രം. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ക്രിയേറ്റ്സ് ജസ്റ്റ് ഇൻ പേഴ്സോണമാണ്, അതായത് റൈറ്റ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് പേഴ്സൺ ഓൺലി ആണ്. അത് പല കോൺട്രാക്റ്റിൽ മാറി മാറിയിരിക്കാം. ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. നമ്മളെ എഗ്രിമെൻ്റ് എന്താ 25 lakhs കാർ സെല് ചെയ്യാമെന്ന്. ഞാൻ വേറൊരാളുടെ അടുത്ത് എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഒരു 2 lakhs കാർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ 2 lakhs വേറൊരു കാർ സെല് ചെയ്യാമെന്ന് പറഞ്ഞായിരിക്കും അടുത്ത ആളുടെ അടുത്ത് എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള എഗ്രിമെൻറ്റും ഞാനും മിസ്റ്റർ എയും തമ്മിലുള്ള എഗ്രിമെൻറ്റും രണ്ടും രണ്ടല്ലേ, വേറെയല്ലേ. അപ്പോൾ അത് ആളുകൾ മാറുന്തോറും അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻസ് പഠിക്കുന്നു എന്ന് വിചാരിക്കാം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലപ്പോൾ ഫുൾ ഫീസ് പേ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവാം, ചിലപ്പോൾ 80% ഫീസ് പേ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവാം, ചിലപ്പോൾ 60% പേ ചെയ്തുണ്ടാവാം, പകുതി പേ ചെയ്തുണ്ടാവാം, ആകെ 10% മാത്രമേ ഫീസ് പേ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അങ്ങനെയുള്ള നമ്മുടെ ജസ്റ്റ് ഇൻ പേഴ്സണിൻ്റെ കേസിൽ ഒരു സ്പെസിഫിക് കോൺട്രാക്ട് പോലെ ഒരു ആരുടെ അടുത്താണോ നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്നത് അവരായിട്ടാണ് നമ്മൾക്ക് അതിൻ്റെ റൈറ്റോ അല്ലെങ്കിൽ നമുക്ക് സ്യൂ ചെയ്യാനൊക്കെ സാധിക്കുന്ന ആ ഒരാളുടെ അടുത്ത് മാത്രമാണ്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് ഒരു 10 പേരുടെ അടുത്താണ് നമ്മൾ കോൺട്രാക്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നെങ്കിൽ ആ 10 പേരോടും സെയിം കണ്ടീഷൻസോ സെയിം രീതിയിലുള്ള കോൺട്രാക്ട് ആയിക്കൊള്ളണം എന്നില്ല. അതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ കോൺട്രാക്ട് ടു സെൽ എ ലാൻഡ്. കോൺട്രാക്റ്റിന് ഇപ്പോൾ ഒരു ലാൻഡ് സെല് ചെയ്യാൻ വേണ്ടി ഒരു കോൺട്രാക്ട് വെച്ചു എന്ന് വിചാരിക്കാം. അത് ജസ്റ്റ് ഇൻ പേഴ്സോണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പറഞ്ഞ ഡേറ്റിൽ ആ സെയിൽ ഡീഡ് എക്സിക്യൂട്ടായി അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിയുമ്പോഴാണ് അതെന്താവുന്നത്, ജസ്റ്റ് ഇൻ റം ആവുന്നത്. അപ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി. ഇപ്പം ഞാനും നിങ്ങളും തമ്മിലാണ് എഗ്രിമെൻ്റ് എങ്കിൽ നിങ്ങൾ എനിക്ക് പ്രോപ്പർട്ടി സെല് ചെയ്യാം എന്നൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതെന്താണ്, ജസ്റ്റ് ഇൻ പേഴ്സണമാണ്. കാരണം അത് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റ് നിങ്ങൾ ബ്രീച്ച് ചെയ്താൽ ഞാൻ നിങ്ങൾക്കെതിരെ സ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ബ്രീച്ച് ചെയ്താൽ നിങ്ങൾ എനിക്കെതിരെയാണ് സ്യൂ ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണത്. ആ കോൺട്രാക്റ്റ് എക്സിക്യൂട്ടായി, സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. ആ പ്രോപ്പർട്ടി ഇപ്പോൾ എൻ്റെ ഓണർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് ക്രിയേറ്റ്സ് ജസ്റ്റ് ഇൻ റം ആണ്. മനസ്സിലായില്ലേ? ആ ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, റൈറ്റ് ഓഫ് റീസെയിൽ. ഗുഡ്സ് റീസെയിൽ ചെയ്യാനുള്ള റൈറ്റ്. സെയിലിൻ്റെ കേസിൽ സെല്ലർ ക്യാനോട്ട് റീസെൽ ദ ഗുഡ്സ്. സെല്ലർക്ക് റീസെൽ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു ഫ്രൂട്ട് മർച്ചൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് 25 കിലോ ഓറഞ്ച് മേടിച്ചു. 25 കിലോ ഓറഞ്ച് മേടിച്ചിട്ട് നിങ്ങൾ പറയുവാണ്, ഇതൊന്നും ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് എനിക്ക് കുറച്ച് അരിയും കൂടെ മേടിക്കാനുണ്ട്, അപ്പോൾ അരിയും കൂടെ മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഒന്നിച്ചെടുത്തോണ്ട് പോയിക്കോളാം. ഓക്കെ, ഞാനത് സമ്മതിച്ചു. നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ 25 കിലോ ഓറഞ്ച് എടുത്തിട്ട് വേറെ ആൾക്ക് സെല് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, അതിൻ്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലല്ല. അതിൻ്റെ പൊസിഷൻ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഓണർഷിപ്പ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പേ ചെയ്തു, അതിൻ്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി. സോ അതുകൊണ്ട് സെല്ലർ ക്യാനോട്ട് റീസെൽ ദ ഗുഡ്സ്. എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ദ സെല്ലർ മേ സെൽ ദ ഗുഡ്സ് സിൻസ് ഓണർഷിപ്പ് ഈസ് വിത്ത് ദ സെല്ലർ. സെല്ലർക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം, കാരണം നമ്മളുടെ സെയിൽ എക്സിക്യൂട്ടഡ് ആവുന്ന ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അടുത്ത മാസം 25th ആകുമ്പോഴത്തേക്കും ഞാൻ 25 കിലോ ഓറഞ്ച് മേടിച്ചോളാം എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ അഡ്വാൻസും തന്നില്ല, ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഓറഞ്ച് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ അത് വേറെ ആൾക്ക് സെല് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? എൻ്റെ കയ്യിൽ തന്നെയാണ്, അല്ലേ? ഓണർഷിപ്പ് ചേഞ്ച് ആയിട്ടില്ല, സെല്ലറുടെ കയ്യിൽ തന്നെയാണ് ഓണർഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും സെല് ചെയ്യാൻ സാധിക്കും. മസ്റ്റായിട്ട് സെല് ചെയ്യുന്നല്ല, മേ സെൽ, ദ സെല്ലർ മേ സെൽ. സെല്ലർക്ക് തോന്നുവാണെങ്കിൽ സെല് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫ്യൂച്ചർ പിന്നെ സ്യൂ പേയ്മെൻറ്റ് അതൊക്കെ പിന്നെയാണ് വരുന്നത്. ആ സെല്ല് ചെയ്യാൻ, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സെല്ലർക്ക് സാധിക്കും, റീസെല് ചെയ്യാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് സെയിലിൻ്റെ കേസിൽ അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി.
ദെൻ ഇൻസോൾവൻസി ഓഫ് ബയർ. അടുത്ത പോയിന്റ്, ബയർ ഇൻസോൾവെൻ്റ് ആവുന്ന കേസിൽ എങ്ങനെയാണ് വരുന്നത്? സെയിലിൻ്റെ കേസിലാണെങ്കിൽ ഒഫീഷ്യൽ അസൈനി വിൽ ഹാവ് കൺട്രോൾ ഓവർ ദ ഗുഡ്സ്. ഒഫീഷ്യൽ അസൈനി ഗുഡ്സിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. നമ്മൾ ഒരാൾ ഇൻസോൾവെൻ്റ് ആകുമ്പോൾ അയാളുടെ അസറ്റും ലയബിലിറ്റീസും ഒക്കെ നോക്കിയിട്ട് അസറ്റ് നോക്കി എത്ര വാല്യൂ ഉണ്ട് അത് റിയലൈസ് ചെയ്തിട്ട് ലയബിലിറ്റീസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഒഫീഷ്യൽ അസൈനിയെ അപ്പോയിൻറ്റ് ചെയ്യില്ലേ കോർട്ട്. അപ്പോൾ ആ ഒഫീഷ്യൽ അസൈനിക്ക് ഗുഡ്സിൽ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കും. അത് ഏത് കേസിലാണ്? ഇൻസോൾവൻസി ഓഫ് ബയറുടെ കേസിലാണ്. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഒഫീഷ്യൽ അസൈനി വിൽ നോട്ട് ഹാവ് കൺട്രോൾ ഓവർ ദ ഗുഡ്സ്. ഒഫീഷ്യൽ അസൈനിക്ക് ഗുഡ്സിൽ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കില്ല. സെയിലിൻ്റെ കേസിൽ അത് ഏത് കേസാണ് നിങ്ങൾക്കത് മാറിപ്പോകരുത്. ഇൻസോൾവൻസി ഓഫ് ബയറുടെ കേസാണെങ്കിൽ ബയർ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ സെയിലിൻ്റെ കേസിൽ എന്താണ്? ബയർ ഇൻസോൾവെൻ്റ് ആകുമ്പോൾ ഒഫീഷ്യൽ അസൈനിക്ക് ഗുഡ്സിൽ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റർ എ ഒരു ഗുഡ്സ് മേടിക്കാൻ എല്ലാം എഗ്രിമെൻറ്റൊക്കെ ഗുഡ്സ് ബൈ ചെയ്തു എന്ന് വിചാരിക്കാം. ബൈ ചെയ്തു, അത് കഴിഞ്ഞ് എഗ്രിമെൻറ്റ് വന്നു, ഇൻസോൾവെൻ്റ് ആയി. ആ കേസിൽ എന്താണ്? ആ ഗുഡ്സ് ഓൾറെഡി സോൾഡ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബയ്യറുടെ ഒഫീഷ്യൽ അസൈനിക്ക് ആ ഗുഡ്സ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കും. കാരണം അത് നമ്മളുടെ ഇൻസോൾവെൻ്റ് ആയ ആളാരാണോ അവരുടെ ഒഫീഷ്യൽ അസൈനിയുടെ ഡ്യൂട്ടി എന്താണ്? അവരുടെ കയ്യിലുള്ള അസറ്റും ലയബിലിറ്റീസും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുക. അത് അസറ്റ്സ് റിയലൈസ് ചെയ്യുക, ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുക, അതല്ലേ ജോലി. ഇപ്പോൾ ബയ്യർ ഇൻസോൾവെൻ്റ് ആവുന്ന കേസിലാണെങ്കിൽ ഒഫീഷ്യൽ അസൈനിക്ക് ഗുഡ്സിൽ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ഒഫീഷ്യൽ അസൈനിക്ക് ഗുഡ്സിൽ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? കോൺട്രാക്ട് എക്സിക്യൂട്ടഡ് ആയിട്ടില്ല, ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് എക്സിക്യൂട്ട് ആവുന്നത്. എഗ്രിമെൻറ്റ് ടു സെല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗുഡ്സിൽ ബയ്യർക്ക് കൺട്രോൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയ്യറുടെ ഒഫീഷ്യൽ അസൈനിക്കും ഗുഡ്സിൽ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഇൻസോൾവൻസി ഓഫ് സെല്ലറുടെ കേസിലാണെങ്കിൽ, സെല്ലർ ഇൻസോൾവെൻ്റ് ആയി പോകുന്ന കേസിലാണെങ്കിൽ ഒഫീഷ്യൽ അസൈനി വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഓവർ ദ ഗുഡ്സ് ബട്ട് വിൽ റിക്കവർ ദ പ്രൈസ് ഫ്രം ദ ബയർ. സെയിലിൻ്റെ കേസിൽ എന്താണ്? നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പിന്നെ സെല്ലറുടെ അസൈനിക്ക് ആ ഗുഡ്സിൽ റൈറ്റ് ഉണ്ടോ? ഗുഡ്സിൻ്റെ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ അസൈനി വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഓവർ ദ ഗുഡ്സ് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ എടുക്കാനോ സാധിക്കില്ല. കാരണം സെയിലാണ്, സെയിലിൽ ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആവുന്നു. പിന്നെ ഒഫീഷ്യൽ അസൈനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ പ്രൈസ് പേ ചെയ്യണമെന്ന് പറയാൻ സാധിക്കും. ആ പ്രൈസ് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും ബയ്യറുടെ കയ്യിൽ നിന്ന്. അല്ലാതെ ഗുഡ്സിൻ്റെ കൺട്രോൾ എടുക്കാനോ ഗുഡ്സ് ടേക്ക് ഓവർ ചെയ്യാനോ സാധിക്കില്ല. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ഒഫീഷ്യൽ അസൈനി വിൽ അക്വയർ കൺട്രോൾ ഓവർ ദ ഗുഡ്സ് ബട്ട് ദ പ്രൈസ് വിൽ നോട്ട് ബി റിക്കവറബിൾ. കാരണം എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടില്ല. ഒരു ഫ്യൂച്ചർ ഡേറ്റിലെ സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ സെല്ലറുടെ ഒഫീഷ്യൽ അസൈനിക്ക് ഗുഡ്സിൻ്റെ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ പ്രൈസ് പേ ചെയ്യണമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഫ്യൂച്ചർ ഡേറ്റിലല്ലേ എഗ്രിമെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഗുഡ്സിൻ്റെ കൺട്രോൾ എടുക്കാം, പ്രൈസ് പേ ചെയ്യണം അല്ലെങ്കിൽ പ്രൈസ് റിക്കവർ ചെയ്യിക്കാൻ ബയ്യറുടെ കയ്യിൽ നിന്ന് പ്രൈസ് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എഗ്രിമെൻറ്റ് ടു സെയിലും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു.